ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരാൾ കണ്ടോ, കാടിൻ്റെ ഉള്ളിൽ എന്തോ കണ്ടത്രേ. അതാ ശരി വട്ടം മിണ്ടാതെ കിടക്കണവിടെ. മഴയൊക്കെ നല്ല ഒന്ന് പെയ്തിട്ട് നല്ല ഒഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അടുത്ത മഴയ്ക്ക് റെഡിയായി നിൽക്കുന്നുണ്ട്. മലയുടെ മുകളിലൊക്കെ കണ്ടോ. ആരെങ്കിലും വരുമ്പോൾ അപ്പം എണീറ്റ് ചീത്ത പറയാം. അതുവരെ ഇവിടെ മിണ്ടാതെ കിടക്കുക. മഴ വന്നപ്പോൾ വെള്ളം തോർന്നപ്പോൾ തുണിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാറ്റ് കൊണ്ടിട്ട് ഉണങ്ങിക്കോളും. കുറച്ച് അരി അടുപ്പത്തിട്ടിരുന്നേ. കുറച്ച് വെള്ളം വേണം തോന്നണം, ഒഴിച്ചു കൊടുക്കണം. വേണ്ട ഇവിടെയൊക്കെ അങ്ങനെ ബാക്കിലൊക്കെ അങ്ങനെ കാട്, അങ്ങനെ ചെടികളും മരങ്ങളൊക്കെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കണം. മഴ കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ കയറി വരും കേട്ടോ. രണ്ട് പട്ടിക്കുട്ടികളെ റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാ റൂമൊക്കെ നാശോശമാക്കിയിട്ടുണ്ട്. മഴയല്ലേ, പുറത്ത് വിടാൻ പറ്റില്ല. വാടക വീടാണ്, ചെറിയ വീടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണോ അങ്ങനെ സംരക്ഷിക്കാം കേട്ടോ. കണ്ടോ, 2 റൂമൊക്കെ ഉള്ളൂ, ഒരടുക്കളയും. റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണേ. ഇതൊന്ന് തൊലിച്ചിട്ട് കട്ട് ചെയ്യണം. ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്തു. നമുക്കൊരു ജാറെടുത്ത് അതിലിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇത് അരയ്ക്കാൻ ആവശ്യമായി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഒരു നുള്ളുപ്പ്. ഇതാ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തു കേട്ടോ. ഒന്നുമില്ല വേസ്റ്റ്, എന്നാലും അരിച്ചെടുക്കുന്ന ഇപ്പം നല്ലതായിരിക്കും. നമുക്ക് ഈ പഴം അരപ്പതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ ഇടിയപ്പപ്പൊടി, പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ലേശം എണ്ണയോ നെയ്യോ കയ്യിൽ തടവി കൊടുക്കണം. അപ്പോൾ ഒരു സോഫ്റ്റായി കിട്ടും. അങ്ങനെ ഞാൻ ആ ഉരുളകളൊക്കെ ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് ഒരു 4 തരം ഷേപ്പാക്കിയത് ഇങ്ങനെ നീളത്തിൽ പരത്തിയിട്ട് ഉരുളയാക്കിയിട്ട് ഇങ്ങനെ അമർത്തിയത്. പിന്നെ ഇങ്ങനെ ഉരുള, ചെറിയ ഉരുളയും വലിയ ഉരുളയും. ഗ്യാസ് എത്തിച്ചു. കടായിയുടെ പറ്റി വയ്ക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു എണ്ണ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടായി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അത് എണ്ണ ചൂടായി. ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ കുറച്ച് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കാം. മതി, ഫ്രൈ ആയിട്ടുണ്ട്. എടുക്കാം. 2 കളറായിട്ട് കേട്ടോ, വെള്ളയും ബ്രൗണും. കളറായിട്ട് തന്നെ ഞാനെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. വെള്ളയും ബ്രൗണും ആയിട്ട് എല്ലാം അങ്ങനെ വറുത്ത് കോരിയെടുത്തു. ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പിലേക്ക് മാറ്റി. എല്ലാം ഗ്യാസിൽ തന്നെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ.
ഇതാ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ലേശം പൊട്ടിക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ വറുത്ത് കോരിയതൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇളക്കി ഇതായപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. വെറുതെ ഒരു ഭംഗിക്ക്. ഇതങ്ങനെ നമ്മളത് റെസിപ്പി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നോക്കണ്ടോ, ഒരു ഭയങ്കര കളിയാണ് 3-4 പേരും കൂടി ചേർന്നിട്ട് കേട്ടോ. ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. ഒരു കരണിയും തൈ ഒന്നും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ നായ പ്രസവിച്ചിട്ട് അതിൻ്റെ കുട്ടി കണ്ണ് പോലും തുറന്നിട്ടുണ്ടാവില്ല. അതിനെ കൊണ്ട് വഴിയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാവും കേട്ടോ, പാവങ്ങൾ. അങ്ങനെ എത്ര പട്ടികളെ കിട്ടിയിട്ടുണ്ടെന്നോ. പക്ഷെ അവർക്ക് പാലൊന്നും കറക്റ്റായി കിട്ടാത്തതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അമ്മയുടെ പാല് കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതാ ഇങ്ങനെ ക്രീം പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഫേസിലും മേലെയൊക്കെ അപ്ലൈ ചെയ്താൽ എന്നിട്ട് ഇതങ്ങനെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി കഴുകി കളയുവാണെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ് കിട്ടും. സ്കിന്നൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ക്രീം നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവിടെയും തേക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ് കേട്ടോ. സോപ്പൊന്നും തേക്കണമെന്നില്ല, ഇത് തേച്ചിട്ട് വെറുതെ കഴുകിയാൽ മതിയാവും. ദിവസവും തേക്കണം കേട്ടോ. ക്രീം പോലെ തന്നെ ഇരിക്കും. നമുക്ക് നല്ല ഒരു തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കുറേ ദിവസം ഇരിക്കും. ഇതാണ്ടോ ക്രീം പോലെ ഇരിക്കും കേട്ടോ. എല്ലാവിടെയും തേക്കാം, ശരീരം മൊത്തം തേക്കാൻ പറ്റും.